ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ മാമാങ്കം ഫിഫ വേൾഡ് കപ്പ് 2026 യുഎസിൽ പുരോഗമിക്കുമ്പോൾ കളി മൈതാനത്തിന് പുറത്ത് മറ്റൊരു വിവാദവും ആശങ്കയും ഉയരുകയാണ്. കളി ജയിക്കുന്നതിനേക്കാൾ വലിയൊരു പോരാട്ടമാണ് ഇറാൻ ഫുട്ബോൾ ടീം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങൾ വേൾഡ് കപ്പിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ടീമാണെന്ന് തുറന്നടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ പരിശീലകൻ അമീർ ഗലേനോയി. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഇറാൻ ന്യൂസിലാൻഡ് മത്സരം. തീപാറുന്ന പോരാട്ടത്തിനൊടുവിൽ മത്സരം 2-2 എന്ന നിലയിൽ സമനിലയിൽ അവസാനിച്ചു. എന്നാൽ മത്സരശേഷം താരങ്ങൾക്കും പരിശീലകർക്കും ലഭിച്ചത് അപ്രതീക്ഷിതമായ ഒരു ഉത്തരവായിരുന്നു. കളി കഴിഞ്ഞ ഉടൻ തന്നെ US വിട്ടു പോകണമെന്ന കർശന നിർദ്ദേശം. സാധാരണയായി ഒരു വലിയ മത്സരത്തിന് ശേഷം കളിക്കാർക്ക് വിശ്രമം അനിവാര്യമാണ്. റിക്കവറി സെഷനുകൾ, കൃത്യമായ ഉറക്കം, ഭക്ഷണം ഇവയെല്ലാം അടുത്ത മത്സരത്തിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണ്. എന്നാൽ ഇറാൻ ടീമിന് അത്തരം സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടു. കളി കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ടീം ബസ്സിൽ കയറി മെക്സിക്കോയിലെ തങ്ങളുടെ ക്യാമ്പിലേക്ക് മടങ്ങണമെന്നായിരുന്നു നിർദ്ദേശം. 140 മൈൽ യാത്ര ചെയ്ത് തിജുവാനയിലേക്ക് മടങ്ങാൻ അവർ നിർബന്ധിതരായി. ഈ വിഷയത്തിൽ അതീവ രോഷകുലനാണ് പരിശീലകൻ അമീർ ഗലേനോയി. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് വിശ്രമിക്കാൻ പോലും അവർ സമയം നൽകിയില്ല. കളി കഴിഞ്ഞ ഉടൻ തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് ഞങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരെന്നോ എന്തുകൊണ്ടെന്നോ ഞങ്ങൾക്ക് ഒരു പിടിയുമില്ല. എല്ലാം മറ്റാരോ പ്ലാൻ ചെയ്യുന്നത് പോലെയാണ്. ഈ നിർദ്ദേശം നൽകിയത് ആരാണെന്ന് വ്യക്തമല്ലെങ്കിലും ഇറാൻ ടീം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വ്യക്തമാണ്. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രായേലും ഇറാനെതിരെ യുദ്ധം തുടങ്ങിയത് മുതൽ ഈ ടീമിന്റെ തയ്യാറെടുപ്പുകൾ താളം തെറ്റിയിരുന്നു. ഫിഫയുടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ US-ൽ നിന്ന് മാറ്റാൻ ഇറാൻ ആവശ്യപ്പെട്ടെങ്കിലും അത് ഫിഫ തള്ളിക്കളഞ്ഞു. ക്യാപ്റ്റൻ മെഹ്ദി തരേമിയും ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. ടീമിലെ പ്രധാനപ്പെട്ട സ്റ്റാഫ് അംഗങ്ങൾക്കും ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റിനും മാധ്യമ പ്രതിനിധികൾക്കും US വിസ പോലും നൽകിയില്ല. ഇത് ടീമിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇതൊരു ദുരന്തമാണ്. ഫിഫ ഞങ്ങളെ കൂടുതൽ സഹായിക്കേണ്ടതുണ്ട് എന്നാണ് തരേമി പ്രതികരിച്ചത്. ന്യൂസിലൻഡിനെതിരായ മത്സരത്തിൽ ഇറാൻ പൊരുതി സമനില പിടിച്ചെങ്കിലും സ്റ്റേഡിയത്തിൽ ഇറാൻ സർക്കാരിനെതിരെ പ്രതിഷേധവും അനുകൂലിക്കുന്നവരും ഒരേപോലെ ഉണ്ടായിരുന്നു. കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴും ഇത്തരം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ താരങ്ങളെ മാനസികമായി തളർത്തുന്നുണ്ട്. ഞായറാഴ്ച സോഫി സ്റ്റേഡിയത്തിൽ ബെൽജിയത്തിനെതിരെയാണ് ഇറാൻ അടുത്ത മത്സരം കളിക്കുന്നത്. കളിക്കളത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇറാൻ ശ്രമിക്കുമ്പോൾ കളിക്ക് പുറത്തുള്ള ഈ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും യാത്രാ നിയന്ത്രണങ്ങളും അവരെ എത്രത്തോളം ബാധിക്കുമെന്ന് കണ്ടറിയണം. കായിക ലോകം എപ്പോഴും ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു മൈതാനമാണ്. എന്നാൽ ഇറാൻ ടീമിന്റെ ഈ അവസ്ഥ കായിക ലോകത്ത് രാഷ്ട്രീയത്തിന് എത്രത്തോളം സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നതിന്റെ ഉദാഹരണമാണ്.